ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ രാവിലെ തന്നെ ദോശപ്പണിയിലാണ് കേട്ടോ. അപ്പോൾ ദാ ഉഴുന്ന് ദോശയാണ്. ഇന്നലെ രാത്രിയിൽ അരച്ച് വെച്ചു മാവൊക്കെ അത്യാവശ്യം പുളിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഉഴുന്ന് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉഴുന്ന് ദോശയും ചട്നിയാണ് കേട്ടോ രാവിലത്തെ ഫുഡിന് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അധികം ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാലായിട്ടോ നമ്മൾ വീഡിയോ എടുത്താലോ എന്നൊരു തോന്നൽ വന്നത്. അപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയതും. അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിന്. പിന്നെ ഇതാ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു. അനീഷേട്ടന് ദോശയും ചട്നിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത്. നന്ദുമോൾക്കിന്ന് 2 പരീക്ഷയുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ചോറ് കൊണ്ടുപോകണേ. അപ്പോൾ ചോറ് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ദോശപ്പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാത്രിയിൽ വെച്ചാൽ കുറച്ച് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നന്ദുമോൾക്ക് ചിക്കൻ കറി അത് തിളപ്പിച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ചോറും കറി ആൾ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് അനീഷേട്ടൻ ഇതാ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:45. 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. കാര്യം എല്ലാം പണികൾ തീർത്ത് വരുമ്പോഴേക്കും 5:45 കറക്റ്റിന് അനീഷേട്ടൻ ഇറങ്ങും കേട്ടോ. കൂടെ അമ്മയും പോവും. അമ്മേനെ വീട്ടിലാക്കി കൊടുത്തിട്ടാണ് അനീഷേട്ടൻ പോവുക. വൈകുന്നേരം അതുപോലെ തന്നെ പണി കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുമ്പോൾ വരും. അപ്പോൾ അമ്മേനെ കൂട്ടിയിട്ട് വരും കേട്ടോ. അങ്ങനെ ആ പോക്കൊക്കെ നോക്കി നിന്ന് ഞാനും പാപ്പും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പാപ്പുവിന് ആ സമയത്തൊന്ന് പുറത്തൊക്കെ കിട്ടും. അവളെ ഒന്ന് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കൊണ്ടുവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്ന് ചോറിനുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്ദുമോൾക്ക് കൊണ്ടുപോകണം, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നേരത്ത് ചോറ് വെക്കണത്. അപ്പോൾ ഞാൻ ഉച്ചത്തേക്കും അവൾക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രമേ വെക്കണുള്ളൂ കേട്ടോ. രാത്രിക്ക് ഞാനിനി ഉച്ചയ്ക്ക് ശേഷം വെക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെയാണ് വെക്കൽ. അല്ലെങ്കിൽ ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പം ചോറ് വെച്ചാൽ രാത്രിത്തേക്കും കൂടി കണക്കാക്കി നേരം വൈകിട്ടാണ് വെക്കൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഓൾക്കും കൂടി കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കല്ലേ ഇവിടെ. അപ്പോൾ എനിക്ക് കുറച്ച് ചോറ് വേണമല്ലോ. പിന്നെ നായ്ക്കുട്ടികളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 4 ആൾക്കുള്ള ചോറാണ് വെക്കണത്. അപ്പോൾ ഇതാ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നന്ദുമോളെ യാത്ര അയച്ചതിൻ്റെ ശേഷം ഞാൻ തിരുമ്പാനും കുളിക്കാനും അടിച്ചു വരാനും ഒക്കെ ഉണ്ടായിട്ടോ. എല്ലാവരും പോയേ, ഞാനും പാപ്പും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റോക്കി മോനും ഉണ്ട്. എൻ്റെ തുണി തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് കയറിയിട്ടോ. ഒരുപാട് തുണി ഉണ്ടായി ഇന്ന് തിരുമ്പാനായിട്ട്. അതൊക്കെ തിരുമ്പിയിട്ടപ്പോഴേക്കും ആകെ ക്ഷീണം പിടിച്ചു. എന്താ പറയുക, ഒരു വയ്യായ്കയൊക്കെ ആയിട്ടോ. സമയം ഒരു 10:30 10:30 ഇന്ന് അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് കറി ഉണ്ടാക്കണം. അപ്പോൾ അത് അനീഷേട്ടൻ ഇന്നലെ കൊണ്ടുവന്ന ചിക്കൻ ഫ്രിഡ്ജിലുണ്ട്. അതെടുത്തിട്ട് കറി വെക്കണം. ബാക്കി തലേന്നത്തെ ചിക്കൻ കറി എല്ലാവരും കൊണ്ടുപോയി ഒക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാപ്പുവിനെ അകത്തിട്ട് വാതിലടച്ചതാണ്. അവൾ ഇനി കട്ടിലിൻ്റെ അടിയിൽ പോയി കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സ്വസ്ഥതയായി. പുറത്താകുമ്പോൾ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും, അകത്താകുമ്പോൾ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നത് ആ ദോശപാത്രം നോക്കിയപ്പോൾ എല്ലാവരും തിന്നൊക്കെ പോയതിന് ശേഷം 3 ദോശയുണ്ട്, ചട്നിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് കേട്ടോ, ഒരു ക്ഷീണമൊക്കെ. അങ്ങനെ ഞാൻ ആ ദോശ 2 എണ്ണം എടുത്ത് ചട്നിയുണ്ട്. അപ്പോൾ ഞാൻ ആ ചട്നിയും കൂടി കൂട്ടിയിട്ട് ദോശ തിന്നാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ചായയൊക്കെ ഞാൻ അപ്പം തന്നെ മധുരമൊക്കെ ഇട്ടിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കണോണ്ടേ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. കുഴപ്പമുണ്ടാവില്ല. എപ്പോഴും ചായക്ക് ചൂടിന് പ്രശ്നമില്ല. അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിന്. പിന്നെ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളിയൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് അങ്ങനെ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ചായൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് മാത്രമേ ഇന്ന് വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞേരെ പാത്രമൊക്കെ കഴുകി വെച്ചു വൃത്തിയാക്കി കഴിഞ്ഞേരെയാണ് കറി വെക്കാൻ തോന്നുന്നത്. ഈ കറിയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞെന്ന് പറയാം. പിന്നെ ഇനി വൈകുന്നേരമാണ് എല്ലാം ആരംഭിക്കുക. വീണ്ടും തുണി എടുത്ത് വയ്ക്കലും അടിച്ചു വരലൊക്കെ വീണ്ടും തുടങ്ങും. വൈകുന്നേരവും ഒക്കെ ഇതന്നെ നമുക്ക് പണിയെന്ന് തന്നെ പറയാലോ. വീട്ടിലെ പണികൾ എടുത്താൽ തീരൂല. അതോ എടുത്താലേറ്റ ആർക്കും കാണുമില്ല. എന്നാലും പിന്നീടുള്ള ചോദ്യം എന്താ ഇവിടെ പണി എന്നുള്ളത് മാത്രമാണല്ലേ. അത് ഏതൊരു വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോഴാണ് ഇത് കേൾക്കണത്. അതുകൊണ്ട് നമ്മൾ എത്ര പണിയെടുത്താലും ആർക്കും അത് കണ്ണ് പിടിക്കില്ല കേട്ടോ. എന്നാലും അതൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വീട്ടിലെ പണികളെല്ലാം ചെയ്യണത്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ ഞാനിതാ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഒക്കെ എന്താണ് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുകയാണേ. ആദ്യം ഇഞ്ചിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഇന്നാളെ അത് ചിക്കൻ വാങ്ങാൻ പോയപ്പോഴേ ആ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ സംഭവം പോരാ കേട്ടോ. എന്നാലും ഞാനതിട്ട് ഏതായാലും വാങ്ങിയതല്ലേ തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കണത്.
ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന്. ഗ്യാസുമ്മൽ വെക്കണേക്കാട്ടി നല്ലത് അടുപ്പത്ത് വെക്കുക തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു കൊള്ളി വിറകിട്ട് കൊടുത്താൽ ഇത് നല്ലോണം ചൂടായിട്ട് നല്ലോണം വഴന്ന് ഉഷാറായിക്കോളും. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമല്ലോ. ഉപ്പിട്ടാൽ കൈ പിടിക്കാതെ ഇതിൽ ഇളക്കി കഴിഞ്ഞാൽ ചീനച്ചട്ടിക്ക് പെട്ടെന്ന് ഒരു ചെരിവാട്ടതിന്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇളക്കി കൊടുക്കുമ്പം ചീനച്ചട്ടി പിടിക്കണം. അപ്പം പിന്നെ തുണിയൊക്കെ അടുത്തുണ്ട്, എന്നാലും ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു എന്ന് മാത്രം. അതാ പിന്നെ നല്ലോണം വഴറ്റി കൊടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വഴന്നണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, അത്യാവശ്യത്തിന് മുളക് പൊടി. ഓവർ മുളക് പൊടി ഇടില്ല കേട്ടോ. ഇന്ന് കുറച്ച് മുളക് പൊടി കുറയ്ക്കണം. കാരണം ഇന്നലെ രാത്രിയിൽ വെച്ച ചിക്കൻ കറി ഭയങ്കരമായിട്ട് എരിവ് കൂടിപ്പോയിട്ടോ. എന്താ അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല, ഭയങ്കര എരിവ് കൂടിപ്പോയി. അപ്പോൾ പക്ഷേ രാവിലെ കൂട്ടി നോക്കിയപ്പോഴോ എരിവ് കുറവും. അതെന്താ പറയുമായെന്നറിയില്ല. ഇനി ആ ചൂടിൽ കൂട്ടിയിട്ടാണോന്നും അറിയില്ല. എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ചിക്കൻ മസാല ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ബാക്കി എല്ലാ സംഭവങ്ങളും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. ഇവിടെ അനീഷേട്ടൻ പറയും ഉരുളക്കിഴങ്ങ് ഇട് കറിയിൽ, എന്നാലേ കറിക്ക് ഒരു കട്ടി വരുള്ളൂ എന്ന്. കാരണം നമ്മൾ മുളകിടുന്ന കറിയില്ലേ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വാങ്ങണം. ചിക്കൻ ഇടണം. സോറി കേട്ടോ, ചിക്കൻ വാങ്ങണം എന്നാണ് പറയണത്. ചിക്കൻ ഇടണം കേട്ടോ. കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇന്ന് രാത്രിത്തേക്കും കൂടി ഉള്ള കറിയാണ് കേട്ടത്. പിന്നെ നായ്ക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് ഇത് സെറ്റ് ആവും വേണം. നായ്ക്കുട്ടികൾക്ക് ഇന്ന് രാവിലെ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഉഴുന്ന് ദോശയായാൽ തിന്നൂല. അപ്പോൾ വിചാരിച്ചു വേഗം കറി ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന്. ഇപ്പം സമയം ഒരു 12-12:30 ആവണേ ഉള്ളൂ. അപ്പം ഇനി ഇതായി കഴിഞ്ഞാൽ ഓർക്ക് അങ്ങോട്ട് ചോറ് കൊടുക്കണം. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഓരോ കാര്യം കൂടി കഴിഞ്ഞാൽ സമാധാനമായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ വേഗം ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് ഇതിലിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ മസാല തമ്മിലേക്കൊന്ന് പിടിക്കണമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നല്ലോണം ഒന്നിങ്ങനെ കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് പെട്ടെന്ന് എല്ലാ പണികളും തീർക്കുകയും വേണം. വീടിൻ്റെ അടുത്ത് ഉത്സവമാണ്. ഇന്നും നാളെ ഉത്സവമാണ്. ഇന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ളൊരു ഇൻട്രസ്റ്റിലൊക്കെയാണ് ഞാൻ. ഇനി അനീഷേട്ടൻ പണി കഴിഞ്ഞ് വന്നാൽ എന്താണെന്നൊന്നും അറിയില്ല. പോകാമെന്ന് ചോദിച്ചാൽ കൊണ്ടുപോകുമോ എന്താ ഒന്നും അറിയില്ല. അപ്പം ഞാൻ അതൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് അവിടെ ഉത്സവത്തിന് പോകണം എന്നുള്ളത്. അപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകും. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് പോകാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടാകുമ്പം ഭയങ്കര ഒരു ഇതാണ്. കൊണ്ടുപോകുമല്ലോ എന്നുള്ളൊരു ഇതൊക്കെ വരും. അങ്ങനെ ആ ഒരു സന്തോഷത്തിലും കൂടിയാണ്. അങ്ങനെ ഞാൻ അടുക്കള പണിയിലും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ നല്ലോണം തിളച്ച് ഉഷാറായിന്. പിന്നെ കുഴപ്പമില്ലാതെ വെന്ത് വരുന്നുണ്ട് കേട്ടോ കറി. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ചിക്കൻ മസാല ഒക്കെ ഇട്ട് സൂപ്പറാണ്. ഇനി ഇതൊന്ന് നല്ലോണം കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കൊള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉഷാറായിട്ട് കത്തണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയി. നമ്മളെ കറി ഏകദേശം സെറ്റായി എന്ന് തന്നെ പറയാം. കറിയൊക്കെ ഒന്ന് കുറുകി വന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം വെന്ത് റെഡി ആയിന് കേട്ടോ. ഇനി കുടിക്കാനുള്ള വെള്ളവും വെച്ച് കൊടുക്കണം. വൈകുന്നേരത്തേക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം അനീഷേട്ടന് രാവിലെ കൊണ്ടുപോകാൻ നല്ല തിളച്ച വെള്ളം വേണം. അപ്പം ഞാൻ വൈകുന്നേരം ഇങ്ങനെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ചൂടാക്കി ഓരോരോ ചെമ്പ് വെള്ളം ചൂടാക്കി ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് രാവിലത്തേക്ക് അത് നേരി ചൂടുണ്ടാവും ഈ അടുപ്പത്ത് തന്നെ ആയതുകൊണ്ട്. എന്നിട്ട് ഞാനത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുപ്പിയിലാക്കലാണ്. ഞാനല്ല അനീഷേട്ടൻ തന്നെ കുപ്പിയിലൊക്കെ നിറയ്ക്കും. അങ്ങനെയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. വെള്ളം നിറച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി ഈ കൊള്ളി അവിടെ തന്നെ വെക്കട്ടെ. വൈകുന്നേരം ചോറ് വെക്കാനും ഈ കൊള്ളിയും വെള്ളമൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള നമ്മളെ അടുക്കളയിലെ പാചകവും കുഞ്ഞ് വ്ളോഗായിട്ട് നമ്മുടെ യൂട്യൂബിൽ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാൻ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാരോടും ബൈ പറയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ വീടിൻ്റെ അടുത്ത് ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉത്സവത്തിന് വന്നാൽ നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സീ യു.